ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങളുടെ ഒരു ചെറിയൊരു മോർണിംഗ് വ്ലോഗ് കണ്ടാലോ? അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന 1-2 ഹെൽത്തി റെസിപ്പി കൂടെ കാണിക്കാവേ. ആദ്യം നമുക്ക് ഈ മധുരം കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നമുക്കൊരു ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് അതിന് നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കണം. മധുരം കിഴങ്ങിനെ പുഴുങ്ങിയെടുക്കണം. ഞാൻ ആദ്യം തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. എൻ്റെ ഒരു മധുരം കിഴങ്ങിൻ്റെ പകുതി ഒന്ന് ചീത്തയായിപ്പോയി. ബാക്കിയുള്ളതൊന്ന് ഞാൻ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഞാൻ കുക്കറിൽ ഒരു 2 വിസിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലോളം അടിച്ച് അതൊന്ന് പുഴുങ്ങിയെടുക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ആവി കയറ്റി എടുത്താലും മതി. എങ്ങനെയായാലും നമുക്കതൊന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കുന്ന ഭാഗത്തിലൊന്ന് വെന്തെടുത്ത് കിട്ടിയാൽ മതി. അതവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ഇങ്ങനെ എത്ര അളവൊന്നുമില്ല. സ്വീറ്റ് പൊട്ടറ്റോയുടെ റെസിപ്പിക്കും വേണം, പിന്നെ നമുക്ക് വേറൊരു റെസിപ്പിക്കും വേണം. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അതവിടെ വേകുമ്പോഴേക്കും നമുക്ക് ഒരു ഹെൽത്തി ആയ ഒരു ബ്രൗണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴം ചെറിയ പഴമാണ് കേട്ടോ, അതുകൊണ്ടാണ് രണ്ടെടുത്ത്. അല്ലെങ്കിൽ ഒരു പഴം മതി. ഒരു പഴം ഞാനൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അതിലൊരു ചെറിയ ചെറിയ ചങ്ക്സ് ഒക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. നന്നായിട്ട് ഉടക്കണമെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാൻ അതിലേക്ക് ഒരു മുട്ടയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ കൂടെ ഇടാനുള്ളതല്ല, നമ്മൾ വേറൊരു ബ്രൗണി ഉണ്ടാക്കുന്നതാണ്. അതവിടെ വെന്ത് ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പരിപാടി നോക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇടേണ്ടത് ഒരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1 ടേബിൾ സ്പൂണിൻ്റെ സ്ഥലത്ത് 2 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ബ്രൗണീനെ നമ്മുടെ നോർമൽ ബ്രൗണി ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ആ ഒരു ടെക്സ്ചറോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒട്ടും ഷുഗർ ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഓട്സിൽ നിന്ന് 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഒരു 1.5 അങ്ങനെ 1.5-2 ടേബിൾ സ്പൂണിൻ്റെ മിഡിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള നട്ട്സോ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഗ്യാസ് സ്റ്റോപ്പിലോ അവനിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് കുക്ക് ചെയ്തപ്പോൾ തന്നെ ഇത് റെഡി ആയി കിട്ടി. പിന്നെ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചൊക്കെ ഇരിക്കും. ഞാൻ കുറച്ച് ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ്സിൽ തന്നെ ഇത് റെഡി ആയത്. മുകളിലും ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും വേണമെന്നില്ല, വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഒന്ന് പൊടിച്ച് മുകളിലിട്ട് കൊടുത്താലും മതി. ഇതുവരെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല ഹെൽത്തിയാണ്. ചോക്ലേറ്റ് ചിപ്സ് ഒന്നും ഇട്ടില്ലെങ്കിൽ ഹെൽത്തിയാണ്. പ്ലസ് നമ്മുടെ ഒരു ക്രേവിങ്സിനെ ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തു. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് ചൂടാറായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ആ റെസിപ്പി മറന്നുപോയോ? അതിതേ ഇവിടെ കുക്കായിട്ട് ഗ്യാസൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ നമുക്ക് തൊലിയൊന്ന് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ചപ്പാത്തി പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഓഫീസിൽ പോകും, കുട്ടികൾ ഇവിടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തി എടുത്ത് വെക്കുന്നത്. ഞാൻ ചപ്പാത്തി ഇങ്ങനെ മാവ് കുഴച്ചിട്ട് എന്തെങ്കിലും ഓയിലിൻ്റെയോ അല്ലെങ്കിൽ ബട്ടറിൻ്റെ ഒക്കെ പേപ്പർ ഉണ്ടാവില്ലേ, അതിൽ കുറച്ച് നേരം ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കും. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കിട്ടുമേ. ഇതൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോഴേക്കും ഈ മധുരക്കിഴങ്ങിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചിട്ട് അതിനൊന്ന് കൈ കൊണ്ട് തന്നെ ആയാലും ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കാവുന്നതില്ല. ഞങ്ങളുടെ നാട്ടിൽ തന്നെ മധുരക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് എല്ലായിടത്തും ഇതിനെ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാവുമ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ പറയുന്നതാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചില സ്ഥലത്ത്, കേരളത്തിൽ തന്നെ ചില സ്ഥലത്ത് മധുരക്കിഴങ്ങിന് വേറെ പേരുകളുണ്ടെന്ന്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഒന്ന് അറിയാനാണ് വേറെ എന്തൊക്കെയാണ് പേരുകളുള്ളതെന്ന്. അത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഇടാം. ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഹിങ്, നമ്മുടെ കായത്തിൻ്റെ പൊടി, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചാറ്റ് മസാലയോ കുരുമുളക് പൊടിയോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത്രയും ആഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഓട്സിൻ്റെ പൊടി കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ല, അതുപോലെ കുഴച്ചെടുക്കാം. ഞാൻ കുറച്ച് ഓട്സിൻ്റെ പൊടി ഇട്ടു. ലാസ്റ്റ് ഒരു സ്പൂൺ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും നമ്മുടെ നോർമൽ അരിപ്പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ ഒരു ബോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ അങ്ങനെ കുറച്ചടുത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ മാറ്റി വെച്ചു. മാറ്റി വെക്കുന്ന സമയത്ത് മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒരു ഇച്ചിരി ഓയിലൊന്ന് തൂക്കി കൊടുത്തോളൂ, അല്ലെങ്കിൽ അതിനോട് ഇരുന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സബോള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും അതിലേക്ക് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. ഇതിനിടയ്ക്ക് നമ്മുടെ ഹെൽത്തി ബ്രൗണി ഇത് ചൂടക്കാരി വന്നിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഭയങ്കര നേരത്താണ് ഇരിക്കുന്നത്, ഒട്ടും കാണില്ലാണ്ടാണ് ഇരിക്കുന്നത്. അത് ഒഴിച്ച പാത്രത്തിനുള്ള കുറച്ചും കൂടി നമ്മൾ ചെറിയ അളവിലല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി കനത്തിൽ കിട്ടിയാണ്. ഞാനത് കട്ട് ചെയ്ത് പീസസാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ലഞ്ച് കഴിയുമ്പോൾ എനിക്കൊരു സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ രാവിലെ തന്നെ ഉണ്ടാക്കി മാറ്റി വയ്ക്കുന്നത്. ഇത് എല്ലാം കൊണ്ടുപോകില്ല, കുറച്ച് 2-3 പീസ് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകും. പിള്ളേർ ഇത് ഇടയ്ക്ക് സ്നാക്സൊക്കെ ആയിട്ട് ഇടയ്ക്ക് അങ്ങനെ 1-2 പീസും അവരും കഴിച്ചോളും. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡിയാക്കാം. ഇതിപ്പോൾ അവിടെ നിന്ന് ഉരുളക്കിഴങ്ങല്ല മധുരക്കിഴങ്ങ് നമുക്ക് ഇങ്ങനെ ചെറിയ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലോ ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ തന്നെ കയ്യിൽ ഇച്ചിരി ഓയിൽ പറ്റിയിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയല്ല അങ്ങനെ ഷേപ്പാക്കി എടുത്തേക്കുവാണ്. അത് നമുക്ക് ഇത് എല്ലാവരും ഞാനിന്നിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നില്ല, കാരണം കുട്ടികൾക്ക് ആവശ്യമില്ല. ഇത് എനിക്ക് ഓഫീസിൽ ഒരു 3-4 എണ്ണം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസം വരെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഞാനത് നെക്സ്റ്റ് ഡേയും ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതുപോലെ തന്നെ എടുത്ത് കുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് തണുവ് മാറിയിട്ട് സെയിം വേയിൽ കുക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് അങ്ങനെയും സൂക്ഷിക്കാം.
കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തില്ല, ഞാനത് എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്തത്. ഒരു 7 to 8 മിനിറ്റ്സ്, ഓരോ സൈഡും 7 to 8 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്കത് തവയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓൾറെഡി കുക്ക് ആയതാണല്ലോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് മൊരിച്ചെടുത്താൽ മതി. ഓരോ സൈഡും ഒരു 3-5 മിനിറ്റ് വെച്ചിട്ട് മറിച്ചിട്ട് എടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതവിടെ വേവാൻ വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് കുട്ടികൾക്കുള്ള ചപ്പാത്തി, എല്ലാ ദിവസവും ചപ്പാത്തിയാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മടക്ക് ചപ്പാത്തി മാതിരി ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നെയ്യ് ഇച്ചിരി പരട്ടി കൊടുക്കുക. കുറേ പരട്ടിയില്ല, ഞാൻ കുറച്ചൊന്ന് നെയ്യ് അതിൻ്റെ ഇടയിൽ പരത്തിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ, വേറെ ഷേപ്പൊക്കെ കാണുമ്പോൾ അവർക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നുമല്ലോ. അങ്ങനെ ചപ്പാത്തി വേവിച്ചെടുത്തു. അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈവനിങ്ങിൽ വരുന്നത് വരെ അവർക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ ഷേപ്പ് കാണുമ്പോൾ കഴിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടാക്കിയതാണ്. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ കട്ട്ലേറ്റോ ടിക്കോ അങ്ങനെ എന്തെങ്കിലും പറയാം, അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എത്ര ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഇതിനിടയ്ക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉപ്മ ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ സാധാരണ റവ ഉപ്മ, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓരോ ടിഫിൻ ബോക്സിലാക്കി പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഡേയിലേക്കോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കും. ബാക്കി 2 ഓരോ ടിഫിൻ ബോക്സ് ഓരോരുത്തർക്ക് വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോൾ പിന്നെ അതിൽ നിന്ന് അവർക്ക് കഴിച്ചാൽ മതിയല്ലോ. ഈ ടൈമിൽ ഒരുവിധം കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പാത്രങ്ങളും കഴുകിയെടുത്തു. അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങും കഴിഞ്ഞു. കുട്ടികൾക്ക് ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് അവരൊരു 7-7:30 ആയിട്ട് എഴുന്നേറ്റ് വരുള്ളൂ. അപ്പോൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊന്നും അവർ വന്നിട്ടില്ല. കുക്ക് ചെയ്ത് കഴിയാറായപ്പോഴാണ്, പാക്കൊക്കെ ചെയ്യുന്ന സമയമായപ്പോഴാണോ അവർ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് അങ്ങനെ വന്നേക്കുന്നത്. അങ്ങനെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്മ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറി ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അത് അവരെടുത്തിട്ട് ചൂടാക്കാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. പക്ഷേ അത് കുറച്ച് നേരം മുമ്പ് എടുത്ത് വെച്ചിട്ട് അവരതങ്ങനെ കൂട്ടി അതവരെ കഴിച്ചോളൂ. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓഫീസിൽ കൊണ്ടുപോകാനാണ് മധുരക്കിഴങ്ങിൻ്റെ ഈ കട്ട്ലേറ്റ് പോലെ ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് തന്നെയും കഴിക്കാം, വേണമെങ്കിൽ സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നി അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ടായാലും നമുക്ക് കഴിക്കാം. ഇത് കണ്ടോ, ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ എനിക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ സാലഡാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ചിക്കൻ ബോയിൽ ചെയ്തും കൂടി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് സോസും കൂടി മിക്സ് ചെയ്തിട്ട് അതങ്ങനെ സാലഡായിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. അതും ഞാൻ പാക്ക് ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് കിച്ചണിലെ പരിപാടികൾ എല്ലാവരും കഴിഞ്ഞു. ഇത് പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ചെറിയ ആൾ എഴുന്നേറ്റ് വന്നു കേട്ടോ. അവൾ ഉറക്കത്തിനെടുത്ത ഫസ്റ്റ് ക്വസ്റ്റൻ ഇതായിരിക്കും, നമ്മൾ ഓഫീസിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇനി എത്ര ദിവസം കൂടി പോകണം, എന്നാൽ സാറ്റർഡേ ഇതൊക്കെ ആയിരിക്കും ആൾ ചോദിക്കുന്നത്. പിന്നെ ആൾ എനിക്ക് ഇതുകളൊക്കെ ടിഫിനൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തു. ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കുട്ടി കുട്ടി വിശേഷങ്ങൾ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം റെഡിയായി പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഈവൻ ഡെയിലി റൂട്ടീൻ ആണെങ്കിലും ലാസ്റ്റ് ഈ ബൈ പറയുന്ന സമയത്ത് ആസ് എ പാരൻറ്റ്, ആസ് എ മദർ ഒരു വിഷമം ഉണ്ടാകും. അവർ ഹാപ്പിയാണ്, പക്ഷേ ഒരു മദറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരിങ്ങനെ ആക്കിയിട്ട് പോകുമ്പോൾ ഒരു വിഷമം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.